എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്യാബിനറ്റിൽ ആദിവാസി പ്രാതിനിധ്യം ഇല്ലാത്ത പോകുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിന് ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രാമന് വേണ്ടിയുള്ള പിടിവാശിയിലാണല്ലോ നമ്മളിപ്പോൾ. സവർക്കർ പറയുന്നു സവർക്കറുടെ രാമനെയാണോ ഗാന്ധിയുടെ രാമനെയാണോ നമുക്ക് ആവശ്യം? പലരും പറയുന്നത് ഗാന്ധിയുടെ രാമനാണ് നമ്മുടെ രാമനെന്ന് പറയുന്നു. ഈ ഗാന്ധിയുടെ രാമനും സവർക്കറുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേബി അതിന് ഉത്തരം പറഞ്ഞു. എന്നേക്കാൾ നല്ലത് ബേബിയാണ്. ബേബിയുടെ രാമനെ കുറിച്ച് ബേബി പറഞ്ഞു. ആദ്യത്തെ ചോദ്യം നമ്മൾ സമൂഹം ഉറക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ സമൂഹത്തിൽ അരികുകളിലേക്ക് മാറ്റപ്പെടുന്നവർ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വ ഇടങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ആ വരേണ്ടതുണ്ട് എന്നുള്ള ബോധം ശക്തമായി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് വേണ്ട പോലെ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാന്ധി അംബേദ്കർ പാക്റ്റിലേക്ക് എത്തേണ്ടി വരും. കാര്യം ഗാന്ധി ഇക്കാര്യത്തിലെടുത്ത വലിയൊരു ഗാന്ധി നമുക്ക് വളരെ എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിന് ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഇത്തരം ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. അതിൽ വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ അംബേദ്കർക്ക് നമുക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ടി വരും. അവിടെ ഗാന്ധിയുമായി സമരം ചെയ്തിട്ടാണ്. ഗാന്ധിയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ഗാന്ധി ചില നിലപാടുകൾ എടുക്കും, എന്നാൽ മഹാന്മാരായ ഏത് ചിന്തകന്മാരെയും ഏത് പ്രയോക്താക്കളെയും പോലെ മറ്റുള്ളവരുമായുള്ള സംവാദത്തെ തുടർന്ന് സ്വന്തം നിലപാട് നവീകരിക്കാൻ മാറ്റാൻ ഗാന്ധിജി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സംവരണം എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് തർക്കങ്ങളുണ്ട്. എൻ്റെ വിശദാംശങ്ങൾ അംബേദ്കറുടെ രചനകളുടെ ശേഖരം വായിച്ചപ്പോഴാണ്. അംബേദ്കറുടെ നിലപാട് നമ്മുടെ വിഭാഗത്തിൻ്റെ പ്രതിനിധികളായിട്ട് ആര് വരണം, നമ്മൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രതിനിധികളായിട്ട് ആര് വരണമെന്നത് അവർ വോട്ട് ചെയ്ത് തീരുമാനിച്ചാൽ മതിയെന്നാണ് അംബേദ്കർ പറഞ്ഞിരുന്നത്. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഉന്നയിക്കാൻ അർഹതയുണ്ട്, കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളവരെ അപ്പോഴേ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ. അതിനകത്ത് വലിയൊരു ദാർശനിക പ്രശ്നമുണ്ട്. മറ്റുള്ളവർക്കും പങ്ക് കൊടുക്കണ്ടേ? പട്ടികജാതി പട്ടികവർഗ ഇന്ന് മറ്റുള്ളവർക്കും പങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അംബേദ്കറുടെ നിലപാട് ആ മറ്റുള്ളവർക്കും അവസരം കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന പലരും പരാജയപ്പെടുത്തപ്പെടും. അംബേദ്കർ പരാജയപ്പെടുത്തപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ, പലർക്കും അറിഞ്ഞുകൂടാതെ. അപ്പോൾ ഇങ്ങനൊരു ചരിത്രമുണ്ട്. എൻ്റെ സുഹൃത്ത് ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ കൂട്ടായിട്ട് അതിന് ഉത്തരം കണ്ടെത്തണം. ഇത്തരം പലതിനും ഉത്തരം കണ്ടെത്തുന്ന കാര്യം വരുമ്പോൾ നമ്മൾ അണ്ടിയോടെടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്ന് പറയുന്ന പോലെ ശരിയായ തീരുമാനം കണ്ടെത്തുന്നതിൽ പലപ്പോഴും നമുക്ക് വിജയിക്കാൻ കഴിയാതെ പോകുന്നു. അതൊരു പരാധീനത തന്നെയാണ് എന്നുള്ളതൊരു സംശയമില്ല. പിന്നെ സവർക്കറുടെ അംബേദ്കറാണോ സവർക്കറുടെ രാമനാണോ ഗാന്ധിയുടെ രാമനാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് തന്നെ എൻ്റെ മുമ്പിൽ യാതൊരു പ്രസക്തിയുമില്ല. രാമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 300 രാമായണങ്ങൾ എന്ന് തുടങ്ങിയ AK രാമാനുജൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അത് നിരോധിക്കാൻ വേണ്ടിയിട്ട് നീക്കം നടന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ രാമനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ആശയങ്ങളുണ്ട്. രാമനെ ആരാധിക്കാൻ മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ത്യാഗരാജസ്വാമികൾ സ്വന്തം രചനകളിലൂടെ ആരാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാമൻ്റെ ഗുരുവിനെ രാമൻ വനവാസം കഴിഞ്ഞു എന്ന് കാണുമ്പോൾ എവിടെയാണ് എൻ്റെ രാജകൊട്ടാരം, എവിടെ ഇരുന്നാണ് ഞാൻ ഭരിക്കേണ്ടത് എന്നെല്ലാം ചോദിക്കുമ്പോൾ രാമൻ്റെ ഗുരു പറഞ്ഞതായി ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞ, രാമ, നിനക്ക് ഭരണം നടത്താനുള്ള നിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് നിന്നിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിലാണ് നിന്റെ രാജകൊട്ടാരം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അപ്പം രാമനെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും നമുക്ക് നടത്താം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തേണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവിതം എന്താണ്? ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടോ? പാവപ്പെട്ടവർക്ക് പട്ടിണി
പട്ടികയിൽ നമ്മൾ ലോകത്ത് എവിടെ നിൽക്കുന്നു? ഇന്ത്യ 10 വർഷം മുമ്പ് എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മുഖ്യമായിട്ടും അന്വേഷിക്കേണ്ടത്. ഇത് ചർച്ച ചെയ്യേണ്ടെന്നല്ല. പിന്നെ ഒരുപാട് രാമന്മാരുണ്ട്, അതിലേത് രാമനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാമനിർവചനം മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. എനിക്ക് രാമൻ എന്ന് പറഞ്ഞാൽ റഹീം കൂടിയാണ് എന്ന മഹാത്മാഗാന്ധിയുടെ ആ നിർവചനമാണ് ഞാൻ സ്വീകരിക്കുന്നത്.